ത്തിൽ കയറി ഒരു വണ്ടി ഓടിക്കുന്നതിന് മുമ്പുള്ള മുൻകരുതലാണ് ഇപ്പോഴീ പറയുന്നത്. അപ്പം ഇത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഡേറ്റായ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ തനിച്ച് ചെയ്യാൻ കഴിയാത്ത കുട്ടികൾ ഈ കാര്യങ്ങൾ ഇതുപോലെ ചെയ്യണം. ഇപ്പം മിസ്റ്റർ വിനോദ് നിങ്ങൾക്ക് ഡെമോൺസ്ട്രേഷന് വേണ്ടി നമ്മൾ ഇതിൽ കയറി നിങ്ങൾക്ക് വേണ്ടി ഡെമോ ചെയ്യുകയാണ്. അപ്പം ഞാൻ പറയുന്ന പോലെയാണ് വിനോദ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ വീഡിയോ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ സ്വയം ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ വിനോദ്, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു വണ്ടി ഓടിക്കാൻ വേണ്ടി ഡ്രൈവിംഗ് സീറ്റിനകത്ത് കയറിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യും, അത് കഴിഞ്ഞ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യും, സീറ്റ് ബെൽറ്റ് ഇടും, അത് കഴിഞ്ഞ് സൈഡ് മിറർ, ഇരുവശങ്ങളിലെയും മിററുകളിൽ നോക്കണം. അത് ഇരുവശങ്ങളിലെയും മിറർ നോക്കിയിട്ട് സെൻറ്റർ മിറർ അഡ്ജസ്റ്റ് ചെയ്യണം. കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ബ്രേക്ക്, ക്ലച്ച്, ന്യൂട്രലാണെന്ന് അറിയുന്നത് മുൻപിലോട്ടും പുറകിലോട്ടും ഓരോ ഗിയറിട്ട് നോക്കിയാണ്. മുൻപിൽ തേർഡ്, പുറകിൽ ഫോർത്ത്, രണ്ടിനിടയിലാണെങ്കിൽ ന്യൂട്രലായ ക്ലച്ച് എന്ന് കാലെടുക്കാം. ക്ലച്ച് എന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ ഇഗ്നീഷൻ സ്വിച്ച്, അത് കഴിഞ്ഞ് കാല് ആക്സിലേറ്ററിൽ വയ്ക്കണം. ആക്സിലേറ്റർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ടായാലുടൻ ക്ലച്ച് ചവിട്ടണം. ക്ലച്ച് ചവിട്ടിയാലുടൻ ഇടത്തോട്ട് തള്ളി മുൻപിലോട്ട് ഫസ്റ്റ് ഗിയർ ഇട്ടാലുടൻ ഹാൻഡ് ബ്രേക്ക് റിട്ടേൺ ചെയ്തു. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ക്ലച്ചിനെ നമ്മൾ പകുതിയിൽ കൊണ്ടുവരണം. ആ പകുതിയിൽ വണ്ടി മൂവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സൈഡ് മിററിലൂടെ പുറകിൽ വണ്ടി ഉണ്ടോ നോക്കണം. വണ്ടിയില്ല, നമുക്ക് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടാം. ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാലുടൻ ഒരല്പം ആക്സിലേറ്റർ കൊടുത്ത് വയ്ക്കണം. അതായത് ആക്സിലേറ്റർ ക്രമപ്പെടുത്തി വയ്ക്കണം. അത് കൂടാനും പാടില്ല, ഒന്നുമില്ലാതെ. ഇപ്പോൾ ആക്സിലേറ്റർ ഇപ്പോൾ 2 എന്ന് പറയുന്ന സാങ്കല്പിക നമ്പറിൽ കൊടുത്ത് വെച്ച് കഴിഞ്ഞു. ഇനി ക്ലച്ച് പയ്യെ റിലീസ് ചെയ്യണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സൈഡ് മിററിലൂടെ വണ്ടി ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ വണ്ടി മൂവ് ചെയ്യുമ്പോൾ ക്ലച്ചിനെ ഒരു പോയിൻ്റ് ചവിട്ടി. അപ്പോൾ വണ്ടിയുടെ റണ്ണിങ് സ്മൂത്തായി. ഇനി പയ്യെ ക്ലച്ചിന്ന് കാലെടുക്കണം. സാവധാനം എടുക്കുന്നതനുസരിച്ച് ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുത്തണം. അവിടെ അറയ്ക്കാതെ ആക്സിലേറ്റർ ചവിട്ടി പ്രാക്ടീസ് ചെയ്യണം. നന്നായിട്ട് ആക്സിലേറ്റർ കൊടുക്കൂ. പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കുറയ്ക്കൂ. വെരി ഗുഡ്. ഒറ്റ ചവിട്ട് ആക്സിലേറ്ററിൽ കാലെടുക്കണം. എന്നിട്ട് സെക്കൻഡ് ഗിയർ നേരെ കിടക്കുന്നത് പോലെ പിറകോട്ടാക്കി ഇടത്തോട്ട് തള്ളിയാണ് പിറകോട്ടിടേണ്ടത്. അത് കഴിഞ്ഞാൽ ക്ലച്ചിൽ നിന്ന് പയ്യെ കാലെടുത്ത് വണ്ടി മൂവ് ചെയ്യുമ്പം സാവധാനം ആക്സിലേറ്ററിൻ്റെ പുറത്ത് കാല് വച്ചിട്ട് ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുത്തണം. ഈ ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുത്തുമ്പോൾ ക്ലച്ച് പകുതിയിൽ നിന്ന് ഉയർന്നാണ് നിൽക്കേണ്ടത്. പൂർണ്ണമായും കാലെടുത്ത് മാറ്റേണ്ട, പകുതിയിൽ നിന്ന് ഉയർത്തുക. സ്പീഡ് വിട്ട് ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുത്തി പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കുറയ്ക്കും. വെരി ഗുഡ്. സെക്കൻഡ് ഗിയറിൽ നിന്ന് ന്യൂട്രൽ, തേർഡ്. വെരി ഗുഡ്. തേർഡ് ഗിയർ ഇട്ടു. ക്ലച്ചിൽ നിന്ന് പയ്യെ കാലെടുക്കാം. ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നു, ആക്സിലേറ്റർ തൊട്ടിട്ട് ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുന്നു. സ്പീഡ് പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കുറയ്ക്കും. ന്യൂട്രൽ, ഫോർത്തായ ക്ലച്ചിൽ നിന്ന് പയ്യെ കാലെടുക്കാം. ആക്സിലേറ്റർ കൊടുത്ത് കംഫർട്ടബിളായ സ്പീഡിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം. ഇതാണ് ഒരു വണ്ടി നമ്മൾ ഓടിക്കുമ്പോൾ ചെയ്യുന്ന 14 കാര്യങ്ങൾ. ഇത് അറിഞ്ഞുകൂടാത്ത കുട്ടികൾ ഇവിടെ ഇരുന്ന് നന്നായി ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇനി അടുത്തത് വണ്ടി റോഡിൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് സാറ് സ്റ്റോപ്പ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഇടതുവശം നോക്കണം, എവിടെയാണ് വണ്ടിയെ നിർത്തേണ്ടത്. അപ്പോൾ ഒരു പ്രത്യേക പോയിൻ്റ് നമ്മൾ കണക്കാക്കി. അപ്പോൾ നമ്മൾ സാറ് സ്റ്റോപ്പ് ചെയ്യാൻ പറയുമ്പോൾ തന്നെ വണ്ടിക്ക് വേഗത കുറവായതുകൊണ്ട് ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇൻഡിക്കേറ്റർ ഇട്ടാലുടൻ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഈ സാറ് സ്റ്റോപ്പ് ചെയ്യാൻ പറയുമ്പോൾ തന്നെ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ സാറിന് മനസ്സിലാവും പറഞ്ഞത് നമ്മൾ കേട്ടു. അപ്പോൾ ആദ്യം ഇൻഡിക്കേറ്റർ, അത് കഴിഞ്ഞ് ക്ലച്ച് ചവിട്ടി ബ്രേക്ക് സ്ലോ ചെയ്യണം. വണ്ടി സ്ലോ ആകുമ്പോൾ പയ്യെ ലെഫ്റ്റിലോട്ട് തിരിക്കും. പയ്യെ നോക്കി തിരിക്കണേ. എത്രയാണോ വരേണ്ടത് അത്രയും കൊണ്ടുവന്നു. ഇപ്പോൾ ഇടതുവശം ടാർ റോഡിൽ നിന്ന് പകുതി ഇറങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് സ്റ്റിയറിങ്ങിനെ വീണ്ടും അതുപോലെ റൈറ്റിലോട്ട് സാവധാനം തിരിക്കണം. എടുത്ത് പിടിച്ച് തിരിക്കരുത്. അത് കഴിഞ്ഞ് വലത്തോട്ട് വന്ന് ബോഡി ലെവലാകുമ്പോൾ സ്റ്റിയറിങ്ങിനെ ലെവൽ ചെയ്യണം. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യണം. വണ്ടിയിൽ ഫീലില്ലാത്ത രീതിയിൽ, അതായത് വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ മുമ്പിലോട്ട് ആയാത്ത രീതിയിൽ ബ്രേക്ക് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് ന്യൂട്രലാക്കിയാൽ ക്ലച്ചിൽ നിന്ന് കാലെടുത്തിട്ട് ഹാൻഡ് ബ്രേക്ക് പിടിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. ഇത് നന്നായി ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇത് അറിഞ്ഞുകൂടാത്ത കുട്ടികൾ ഇത് നന്നായി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അവർക്ക് ഡ്രൈവിങ്ങിൻ്റെ കേസിൽ കയറാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഒരിക്കൽ കൂടെ ഞാൻ പറയാം. അപ്പോൾ ഇനി ഞാൻ പറയുകയുള്ളൂ. അപ്പം പറയുമ്പോൾ ആ ഒരു സ്പീഡ് മനസ്സിലാക്കി വേണം ചെയ്യേണ്ടത്. ഒരു വണ്ടി ഓടിക്കാൻ വേണ്ടി വണ്ടിക്കകത്ത് കയറുകയാണ്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് സൈഡ് മിറർ, അപ്പുറം ഇപ്പുറം സെൻറ്റർ മിറർ
ഓക്കെ. അത് കഴിഞ്ഞാൽ ബ്രേക്ക്, ക്ലച്ച്, ന്യൂട്രൽ. ന്യൂട്രലായാൽ ക്ലച്ചിൽ നിന്ന് കാലെടുക്കാം. ഇഗ്നീഷൻ സ്വിച്ച്, ആക്സിലറേറ്റർ, സ്റ്റാർട്ട്. സ്റ്റാർട്ടായാലുടൻ ക്ലച്ച് ചവിട്ടണം. ക്ലച്ച് ചവിട്ടിയാൽ ഫസ്റ്റ് ഗിയർ. ഫസ്റ്റ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് റിട്ടേൺ. ഹാൻഡ് ബ്രേക്ക് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് മിററിൽ നോക്കുക. സാവധാനം ക്ലച്ചിനെ ഉയർത്തുക. ക്ലച്ച് പകുതിക്ക് താഴെ എത്തുമ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ, ഒപ്പം ആക്സിലേറ്റർ ക്രമപ്പെടുത്തി വയ്ക്കുക. 1 2 ഒരിക്കലും ആക്സിലേറ്റർ കുറച്ച് കളയരുത്. ആക്സിലേറ്റർ വച്ചാൽ മാത്രമേ നമുക്ക് ക്ലച്ചിലൂടെ വാഹനത്തിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുള്ളൂ. ആക്സിലേറ്റർ കൊടുക്കാതെ ഉപായത്തിൽ ക്ലച്ചിടുന്ന കുട്ടികൾക്ക് ആക്സിലേറ്റർ കൊടുത്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ക്ലച്ച് ഹാഫ് ക്ലച്ച് എത്തി മൂവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ആക്സിലേറ്റർ സ്റ്റേബിളാക്കി വയ്ക്കണം. 1 2 3 റോഡിനനുസരിച്ച് ആക്സിലേറ്റർ വെച്ചിട്ട് ക്ലച്ച് പയ്യെ റിലീസ്. എന്നിട്ട് വണ്ടി മൂവ് ചെയ്യുമ്പോൾ ക്ലച്ചിനെ ഒരു പോയിൻ്റ് ഒന്ന് ചവിട്ടണം. അത് കഴിഞ്ഞാൽ ക്ലച്ച് ഉയർത്തുക. ഉയർത്തുന്നതനുസരിച്ച് ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുത്തുക. പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കുറയ്ക്കുക, സെക്കൻഡ് ഗിയർ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കുറയുമ്പോൾ ഗിയർ ഇടാൻ ഇഷ്ടംപോലെ സമയം കിട്ടും. കാരണം നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുത്തിയിരിക്കുകയാണ്. ക്ലച്ച് പയ്യെ റിലീസ്. ക്ലച്ച് റിലീസ് ആവണം. റിലീസായി കഴിഞ്ഞാൽ ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുത്തണം. സ്പീഡ് വരട്ട് പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കുറയ്ക്കും. ന്യൂട്രൽ, തേർഡ്. അപ്പോൾ ഇത്രയും വരെ ഓക്കെയാണ്. ഇപ്പോൾ തേർഡ് ഗിയർ വരെ നിങ്ങൾ പെട്ടെന്ന് ഫസ്റ്റ് ഗിയറിൽ നിന്ന് സ്പീഡ് വരുത്തി സെക്കൻഡ്, സ്പീഡ് വരുത്തി തേർഡ്, ഇത്രയും ചെയ്യണം. എന്നിട്ട് തേർഡിൽ നിന്ന് ഫോർത്ത് അത്രയും പെട്ടെന്ന് വേണ്ട. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫ്രണ്ട് ക്ലിയർ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരേ സ്പീഡിലാണ് പോകുന്നത്. ഇപ്പോഴും ഫ്രണ്ട് ക്ലിയറാണ്. അങ്ങനെ ക്ലിയർ ആണെങ്കിൽ നമ്മൾ അടുത്ത ഗിയർ ഇടുന്നതിന് മുമ്പ് ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുത്തും. ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുത്തി പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കുറയ്ക്കും. വെരി ഗുഡ്. ഫോർത്ത് ഗിയറിൽ ക്ലച്ചിൽ നിന്ന് സാവധാനം കാലെടുക്കാം. കാല് പൂർണ്ണമായും മാറ്റി വയ്ക്കാം. ആക്സിലേറ്റർ മാത്രം കൊടുത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഈ വണ്ടി ഓടിക്കുന്ന സമയങ്ങളിൽ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടാത്ത കുട്ടികൾ സ്റ്റിയറിങ്ങിനെ അല്പം റൈറ്റ് ലെഫ്റ്റ് തിരിച്ചുകൊണ്ടിരിക്കും. നോക്കരുത്. എന്ത് ചെയ്യുമ്പോഴും റോഡിലോട്ട് മാത്രമേ നോക്കാൻ പാടുള്ളൂ. ആ സ്റ്റിയറിംഗ് തിരിക്കുന്നതിന് അളവ് കൂടുതലാണ്. അത്രയും വേണ്ട, സാവധാനം വേണം അത് ചെയ്യേണ്ടത്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റോപ്പ് എന്ന് പറയുകയാണ്. അപ്പോൾ ഉടൻ ഫസ്റ്റ് ചെയ്യേണ്ടത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു. ക്ലച്ച് ചവിട്ടി വണ്ടിയെ ബ്രേക്ക് ചെയ്തു, സ്ലോ ചെയ്തു. നിർത്തേണ്ട പോയിൻ്റ് നോക്കി കാണണം. നോക്കൂ, ഇടതുവശം നിർത്തേണ്ട ഭാഗം നോക്കൂ. അങ്ങോട്ട് പയ്യെ വണ്ടിയെ കൊണ്ടുവരും. വരട്ട്. എത്രയാണ് ഇപ്പോൾ പോസ്റ്റ് ആണെങ്കിൽ അത്രമാത്രം ചേർന്നു. എന്നിട്ട് ആ പോസ്റ്റിൽ തട്ടുന്നതിന് മുമ്പായിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? വലത്തോട്ട് തിരിച്ച്, അപ്പോൾ വണ്ടി ഇങ്ങനെ തിരിഞ്ഞ് വന്ന് ലെവലായിട്ട് റിട്ടേൺ. കണ്ടോ, ഇപ്പം വണ്ടി കറക്റ്റാണ്. അപ്പോൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യണം. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്താൽ ന്യൂട്രലാക്കണം. ന്യൂട്രലാക്കിയാൽ ക്ലച്ചിൽ നിന്ന് കാലെടുക്കാം. അത് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക്. അത് കഴിഞ്ഞ് പയ്യെ ബ്രേക്കിന്. അപ്പോൾ സാറ് എൻജിൻ ഓഫ് ചെയ്യാൻ പറയുന്നെങ്കിൽ ഓഫ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ന്യൂട്രലാക്കി ഇറങ്ങുക. ഇത് നന്നായി ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അടിപൊളിയായി കാർ ഓടിക്കാൻ കഴിയുള്ളൂ. ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പഠിപ്പിക്കാനേ പറ്റുള്ളൂ. പഠിപ്പിക്കുന്ന പാഠങ്ങൾ കൃത്യമായി പഠിച്ചെടുക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ.